എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഹരിനാമ കീർത്തനത്തിലെ അടുത്ത പദ്യം 28ാമത്തെ പദ്യം നോക്കാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അംബോജ സംഭവനുമൻപോടു നീന്തിബദ വന്മോഹവാരിധിയിലെന്നേടമോർത്തു മമ വൻപേടി പാരമിവൻ അൻപോടടായ്വതിന് മുമ്പേ തൊഴാമടികൾ നാരായണായ നമ. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ, ഈ ഒരു പദ്യത്തിൽ പറയുന്നത്, ഈ ബ്രഹ്മാവ് പോലും എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം, ഭഗവാനെക്കുറിച്ചുള്ള ആ സത്യം എന്തെന്നറിയാതെ ഈ മോഹസമുദ്രത്തിൽ തിരഞ്ഞ് വളരെ നാൾ നീന്തി കഴിഞ്ഞു എന്ന് ഭാഗവതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആ ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ ബ്രഹ്മാവ്, സാക്ഷാൽ ബ്രഹ്മാവിന് പോലും മനസ്സിലാവാത്ത സത്യങ്ങളാണല്ലോ ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നെ ആ ഒരു പേടി തോന്നുന്നു. അപ്പോൾ ഇതൊന്നും ബാധിക്കാതിരിക്കുന്നതിന് ഭക്തിപൂർവം ആ ഭഗവാന്റെ പാദങ്ങൾ കുമ്പിടുക, അത് മാത്രമേ ഒരു പോംവഴിയുള്ളൂ എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ നാരായണനായിക്കൊണ്ട് നമസ്കാരം, അതാണ് ആ പറഞ്ഞ വരികളുടെ അർത്ഥം. ഇനി അതിൻ്റെ വാക്കുകൾ നോക്കാം. അംബോജ സംഭവൻ എന്ന് പറയുമ്പോൾ അംബോജ സംഭവനും അൻപോട് നീന്തിബദ, ബ്രഹ്മാവ് വൻമോഹവാരിധിയിൽ, സത്യം എന്തെന്നറിയാതെ മോഹസമുദ്രത്തിൽ അൻപോട് നീന്തി തിരഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ട് നീന്തി കഴിച്ചു കൂട്ടി. ബദ എന്ന് പറയുമ്പോൾ കഷ്ടം. എന്നേടെ മോർത്തു മമ എന്ന കാര്യം ആലോചിച്ച് എനിക്ക് വൻ പേടി, വലിയ ഭയം തോന്നുന്നു. പാരം അവന് അടായുവതിന്, അത് അത്യധികം അവനിൽ വന്ന് ചേരാതിരിക്കുന്നതിന് മുമ്പേ അടികൾ അൻപോട് തൊഴാം. ഞാൻ ആദ്യമേ പാദങ്ങൾ അടികൾ എന്ന് പറയുമ്പോൾ പാദങ്ങൾ ഭക്തിപൂർവ്വം ഞാൻ കുമ്പിടാം. ആ നാരായണനായിക്കൊണ്ട് നമസ്കാരം, അതാണ് ആ വരികളുടെ അർത്ഥം. ആ വരികളുടെ അർത്ഥവും ആ പദങ്ങൾ, ഓരോ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളുടെ അർത്ഥവും ഒക്കെ അതാണ്. അപ്പോൾ ഭാഗവതത്തിലെ 3-ാം സ്കന്ധം 8-ാം അധ്യായത്തിലുള്ള ഒരു കഥ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അതിൽ ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ തൻ്റെ ശക്തിയിൽ ലയിപ്പിച്ച് ഭഗവാൻ എന്താ പറയുക, യോഗനിദ്രയിലാണ്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 1000 ചതുർയുഗങ്ങൾ കഴിഞ്ഞുപോയി. ഭഗവാന്റെ ഒരു കാലശക്തിയാൽ തൻ്റെ ശരീരത്തിൽ ലയിച്ച് കിടക്കുന്ന ലോകങ്ങളെ ഭഗവാൻ ഉണർത്തി. അങ്ങനെ ഉണർന്നപ്പോൾ നാഭീദേശത്തു നിന്ന് ഒരു താമര പ്രത്യക്ഷപ്പെട്ടു വന്നു. ആ താമരയുടെ മുകളിൽ സ്വയംഭൂവായിട്ട് ബ്രഹ്മാവ് കാണപ്പെട്ടു എന്ന് പറയുന്നത്. അതാണ് അവിടെ അംബോജ സംഭവനും അൻപോട് നീന്തിബദ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്രഹ്മാവ് താമരയിലിരുന്നുകൊണ്ട് ചുറ്റും നോക്കിയപ്പോൾ ചുറ്റും ജലം മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ ചുറ്റും നോക്കിയപ്പോഴാണ് അത്ര ബ്രഹ്മാവിന് 4 തലകളുണ്ടായത്. പക്ഷേ ഈ 4 തലകൾ ഒരു പ്രതീകാത്മകമാണ്. നമ്മുടെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരമാണ് ബ്രഹ്മാവിൻ്റെ 4 തലകളെന്ന് പറയുന്നത്. എന്നാൽ ലോകമൊന്നും അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല ബ്രഹ്മാവിന്. അപ്പോൾ ബ്രഹ്മാവ് ആരാണ് ഞാൻ എന്നിങ്ങനെ ആലോചിച്ച് പിന്നെ ആ താമരയുടെ ആ എന്താ പറയുക, അതിൻ്റെ തണ്ടിലൂടെ ഇറങ്ങി ജലപ്പരപ്പിലേക്ക് കടന്നു എന്ന്. കുറേ പോയിട്ടും ഒന്നും കണ്ടില്ല. പിന്നെ അവിടെ നിന്ന് ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ വീണ്ടും തിരിച്ച് മുകളിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത്, ഈ ജലം എന്ന് പറയുന്നത് ബ്രഹ്മാവ്, താമരയിലെ ബ്രഹ്മാവ് എന്ന് പറയുന്നത് മനസ്സാണ്, ജലം മായയാണെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മായയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ മായാജലത്തിൽ എത്ര തെരഞ്ഞു നടന്നാലും നമുക്ക് ശരിയായ സത്യം അറിയാൻ കഴിയില്ല എന്നാണ് ഈ ബ്രഹ്മാവ് കാരണം അന്വേഷിച്ച് പോയിട്ട് തിരിച്ചു വന്നത്. അതുപോലെയാണ് നമ്മളുമൊക്കെ. നമ്മുടെ ഈ ജന്മത്തിൻ്റെ രഹസ്യങ്ങളുമൊക്കെ അന്വേഷിച്ചിങ്ങനെ നടക്കുന്നു. പക്ഷെ നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റാതെ നമ്മൾ നിരാശരായിട്ട് സ്വസ്ഥാനത്തേക്ക് മടങ്ങുന്നു. അങ്ങനെ പ്രാണങ്ങളെ അടക്കി ബ്രഹ്മാവ് തപസ് ചെയ്യും. ഒരുപാട് കാലം
ഭഗവാൻ പറഞ്ഞു കൊടുക്കും തപ തപ എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരുപാട് കാലം അന്തർമുഖമായിട്ട് ഏകാഗ്രതയോടുകൂടി പ്രാണനെ അടക്കി തപസ് ചെയ്തതിന് ശേഷമാണ് ബ്രഹ്മാവിന് ഈ സൃഷ്ടി നടത്താനുള്ള ശക്തി ഭഗവാൻ തന്നെ കൊടുത്തത്. അങ്ങനെ അപ്പോൾ പുറമേ ബ്രഹ്മാവിനെ പോലെ തിരഞ്ഞ് നമ്മൾ നടക്കുകയാണ്. അങ്ങനെ ആയുസ് നഷ്ടപ്പെടാതെ നമുക്ക് ആദ്യമേ തന്നെ അന്തർമുഖമായിട്ട് ഏകാഗ്രത കൈവരിക്കാൻ നമുക്ക് കഴിയണം എന്നും പിന്നെ അതിന് അനുഗ്രഹിക്കണമേ എന്നാണ് ഇവിടെ ആ ആചാര്യൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ് എന്ന് തോന്നുമെങ്കിലും അത്ര വളരെ കട്ടിയുള്ള കാര്യങ്ങളാണ്. ഉപനിഷത്ത് രഹസ്യങ്ങളാണ് യഥാർത്ഥത്തിൽ എഴുത്തച്ഛൻ നമുക്ക് ഈ ഹരിനാമകീർത്തനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഹരിനാമകീർത്തനം ചൊല്ലുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അതിനകത്ത് ഓരോ പദ്യത്തിലും ഒരുപാട് കഥകളും അതുപോലെ തത്വങ്ങളും ഒക്കെ ചേർത്ത് വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓരോ പദ്യമായിട്ട് ഓരോ ദിവസം ഓരോ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാനിൽ ഗാഢമായ അർപ്പണ ബുദ്ധിയോടെ മാത്രമേ ഭഗവാനെ തിരഞ്ഞാൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ ചിലവരെ പെട്ടെന്ന് അനുഗ്രഹിക്കും, ചിലവരെ ഒരുപാട് പരീക്ഷിക്കും എന്നും ഈ രഹസ്യം എന്തെന്ന് നിർണ്ണയിക്കാൻ ആർക്കും കഴിയില്ല എന്നും അത് പ്രപഞ്ച സത്യങ്ങൾ എന്ന് പറയും. പ്രപഞ്ച സത്യങ്ങൾ, പ്രപഞ്ച രഹസ്യങ്ങൾ അത് അത്യന്തം നിഗൂഢമാണ് എന്നും പിന്നെ എന്താ പറയുക, ബ്രഹ്മാവ് തന്നെ ഭഗവാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മാവ്. ആ ബ്രഹ്മാവ് പോലും ഈ പ്രപഞ്ച സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ ഇങ്ങനെ വിഷമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണക്കാരായ നമ്മുടെ കാര്യം പറയണോ എന്ന് നമുക്ക് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തിന് പാത്രീഭൂതരാവണമെങ്കിൽ കുറേ തപസ്സിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മാവ് ഒരുപാട് കാലം തപസ് ചെയ്തപ്പോഴാണ് ബ്രഹ്മാവിന് സൃഷ്ടി നടത്താനുള്ള ആ ഒരു കഴിവ് ഉണ്ടായത്. അങ്ങനെ ഭഗവാൻ തന്നെയാണ് എല്ലാത്തിനും സഹായിച്ചത്. അപ്പോൾ ഒരു ജീവിതം ഒരു തപസ്സാക്കി മാറ്റുമ്പോൾ നമുക്ക് എല്ലാം ചെയ്യാനും ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് എന്താണോ നമ്മളെ കൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാനുള്ള കഴിവ് ഭഗവാൻ തന്നെ തന്ന് അനുഗ്രഹിക്കുമെന്നാണ്. കാരണം വേറെ ആർക്കും അതിൽ ഒന്നും തരാനോ ഒന്നും കഴിയില്ല. അതാണ് ഏറ്റവും വലിയൊരു സത്യം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഒന്ന് വായിക്കാം ഒരിക്കൽ കൂടെ. അംബോജ സംഭവനും അൻപോടു നിന്ദിപത വൻമോഹമാരിതിയിലെന്നേടമൂർത്തു മമ വൻപേടി പാരമിവൻ അൻപോടതായ്വതിനു മുമ്പേ തൊഴാമടികൾ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് ദ്വാദശി ആണ്. അപ്പോൾ ദ്വാദശിയുടെ ഈ ഒരു കാലത്ത് ഹരിനാമകീർത്തന ആലാപനവും വളരെ നല്ലതാണ്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി വിഷ്ണു സായുജ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും ഭാഗം ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങൾ സമർപ്പിക്കുന്നു. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.